ബിജെപിയെ വീണ്ടും വെട്ടിലാക്കി മുൻ ഡിജിപിയും തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിലറുമായ ആർ ശ്രീലേഖ മേയറാക്കുമെന്ന ഉറപ്പിലാണ് കോർപ്പറേഷനിലേക്ക് മത്സരിച്ചതെന്ന് ശ്രീലേഖ തുറന്നു പറഞ്ഞു. എന്നാൽ പ്രസ്താവന വിവാദമായതോടെ മാധ്യമങ്ങളെ പഴിച്ച ശ്രീലേഖ രംഗത്തെത്തി. എന്നാൽ ശ്രീലേഖ പറഞ്ഞത് ശ്രദ്ധയിൽപ്പെട്ടില്ലെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രതികരണം. യൂട്യൂബിലൂടെയായിരുന്നു ആർ ശ്രീലേഖ അതൃപ്തി പരസ്യമാക്കിയും പാർട്ടി സംസ്ഥാന നേതൃത്വത്തെ പ്രതിസന്ധിയിലാക്കിയും രംഗത്തെത്തിയത്. മേയറാക്കാമെന്ന് പറഞ്ഞ് പാർട്ടി നേതൃത്വം പറ്റിച്ചെന്നായിരുന്നു പറഞ്ഞതിന്റെ ഉള്ളടക്കം. എന്നെ ഈ ഇലക്ഷന് നിർത്തിയത് തന്നെ കൗൺസിലറായിട്ട് മത്സരിക്കാൻ വേണ്ടിയിട്ടല്ല, മേയറാകും എന്നുള്ള ഒരു വാഗ്ദാനത്തിന്റെ പുറത്താണ്. ഞാൻ വിസമ്മതിച്ചതാണ് ഇലക്ഷന് നിൽക്കാൻ. ഇത് ലാസ്റ്റ് മിനിറ്റ് വരെ അങ്ങനെ തന്നെയാണ് ഞാനും കേട്ടിരുന്നത്. പക്ഷേ എന്തോ കാരണങ്ങൾ കൊണ്ട് അവസാന നിമിഷം മാറി. എനിക്ക് തോന്നുന്നു അപ്പൊ രാജേഷ് കുറച്ച് ബെറ്ററായിട്ട് മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും, ആശാനാഥിന് കുറച്ചുകൂടെ നല്ലൊരു ഡെപ്യൂട്ടി മേയറായിട്ട് പ്രവർത്തിക്കാൻ പറ്റും എന്ന് കേന്ദ്ര നേതൃത്വത്തിന് തോന്നിയത് കൊണ്ടാണെന്നാണ് എന്റെ കണക്കുകൂട്ടൽ. പാർട്ടി തീരുമാനം പോട്ടെ പുല്ലെന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ വോട്ട് ചെയ്ത് ജയിപ്പിച്ച ജനങ്ങളെ ഓർത്ത് പറയാൻ കഴിഞ്ഞില്ലെന്ന് പറഞ്ഞ് അതൃപ്തി പരസ്യമാക്കിയ ശ്രീലേഖ സംഭവം വിവാദമായതിന് പിന്നാലെ ഒന്ന് മയപ്പെടുത്തി. നമ്മുടെ സംസ്ഥാന ഘടകം പല സ്ഥലത്തിലുള്ള ആൾക്കാരുമായിട്ട് ചർച്ച നടത്തി അവസാനം ഒരു തീരുമാനം എടുക്കുമല്ലോ. അപ്പൊ അങ്ങനെ എടുത്ത തീരുമാനമാണ് രാജേഷിനെ മേയറാക്കുക എന്നുള്ളത്. അതിനോട് ഞാൻ 100% അംഗീകരിച്ച ഒരു വ്യക്തിയുമാണ്. എല്ലാം കഴിഞ്ഞ് വൈകിട്ടായപ്പോൾ മാധ്യമങ്ങൾക്കെതിരായി പിറകെ നടന്ന് ശല്യം ചെയ്ത് പറയാത്തത് കൊടുത്തെന്ന് പരാതി പറഞ്ഞുള്ള സാമൂഹ്യ മാധ്യമ പോസ്റ്റുമായാണ് രംഗത്തെത്തിയത്. ഒന്നും അറിയില്ലെന്നായിരുന്നു മേയർ വി രാജേഷിന്റെ പ്രതികരണം. അങ്ങനെ ചില വാർത്തകൾ ഒന്നും പറയുന്നത് കേട്ടോ, എന്റെ ശ്രദ്ധയിൽ അത് കാര്യമായിട്ട് വന്നിട്ടില്ല. മേയറാക്കാമെന്ന് പറഞ്ഞ് പറ്റിച്ചെന്ന് ആർ ശ്രീലേഖ തുറന്നു പറഞ്ഞതോടെ വെട്ടിലായത് ബിജെപിയും സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറുമാണ്. റിപ്പോർട്ടർ TV പ്രസാദ്, ഇൻ റിപ്പോർട്ടർ, തിരുവനന്തപുരം.